ഇന്ന് രാവിലെ ചീരയെടുത്ത് അരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാലൊരു വീഡിയോ പിടിച്ചാലോ എന്ന്. ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം. അങ്ങനെ ചീരയെടുത്ത് നന്നായി കഴുകിയെടുത്തു കേട്ടോ. ചീരയുടെ ഓരോ ഇലയും പ്രത്യേകം എടുത്ത് നന്നായി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത ചീര അരിഞ്ഞെടുക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചീര കഴുകാനും അരിയാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അതേസമയം ചീര തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ചില സമയത്തെ ഞാൻ ഇതുപോലെ ചീര എടുത്ത് അരിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളക് കുരുകുരാന്നരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വേവുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം അങ്ങ് തൂവി കൊടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനും. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല വെക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ തൽക്കാലം ഈ ചീര അരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ദാ ഈ വെള്ളരിക്കങ്ങ് എടുത്തു. ഇത് വിഷുവിന് മേടിച്ചതാണേ. സത്യത്തിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ വെള്ളരിക്കയുടെ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അല്ലെങ്കിൽ ഫുള്ളെടുത്താൽ വെറുതെ ബാക്കിയാവും. എന്നിട്ട് ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് അത് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നാളികേരം എടുത്ത് അതിലേക്ക് ജീരകവും ഇട്ട് ഒരു 2-3 പച്ചമുളകും കൂടിയിട്ട്, പച്ചമുളകിൻ്റെ ആരാധികയാണ് ഞാൻ കേട്ടോ, അതുകൊണ്ട് ഇഷ്ടംപോലെ പച്ചമുളക് ചിലപ്പോൾ ഇടും. ഇത് 2-3 പച്ചമുളക് എടുത്ത് അത് നടുവെച്ച് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുത്തു. എന്നാൽ അതേസമയം നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, അത് അടുപ്പത്ത് വേവാൻ വേണ്ടി കിടപ്പുണ്ടേ. ഞാൻ ആദ്യം തുറന്നു നോക്കിയപ്പോൾ തിളച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി ഏകദേശം വെള്ളരിക്കയൊക്കെ വെന്ത് കഴിഞ്ഞിരിക്കണം. വല്ലാതെ വെന്തുടയണ്ട കേട്ടോ, നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടേണ്ട ആ കഷ്ണങ്ങളൊക്കെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരപ്പുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് അങ്ങ് ചേർത്തു. എന്നിട്ട് എന്ത് വേണം, അത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അതവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് മറിയട്ടെ. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതാണേ. അങ്ങനെ ഈ തിളച്ചു മറിഞ്ഞ ഈ അരപ്പും കൂട്ടിയ ഈ വെള്ളരിക്കയിലേക്ക് നമ്മൾ എന്ത് ചേർക്കും അവസാനം? ഉപ്പ് ചേർക്കണം കേട്ടോ, അത് മറക്കരുതേ. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം എല്ലാം വ്യക്തമായല്ലോ അല്ലേ? അതോ നിങ്ങൾ കൺഫ്യൂഷനായി പോയോ? എന്തായാലും ഇത് നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മോരും ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക. അല്ലെങ്കിൽ മോര് പിരിഞ്ഞിട്ടേ മുകൾ ഭാഗം കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല, ആ കൂട്ടാൻ്റെ ഒരു ഭംഗിയേ പോവും. എന്നിട്ട് അടുപ്പത്ത് മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും താളിച്ച് കൂട്ടാനിലേക്ക് ഒഴിക്കുക. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിത് ചെയ്യാൻ നേരത്താണ് ആലോചിച്ചത് എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ലെന്ന്. അതും കൂടി ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അത് അത്യാവശ്യമാണ് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാൽ മതി. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കടുകും നമ്മുടെ വറ്റൽമുളകും അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, കറിവേപ്പിലയില്ല. അങ്ങനെ ആ പരിപാടി തീർന്നു. അത് കഴിഞ്ഞിട്ട് അതേ പാൻ തന്നെ വെച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വീണ്ടും കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടു. ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മുടെ ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചീരയുണ്ടല്ലോ അതങ്ങനെ തന്നെ ഇതിലേക്ക് അങ്ങ് തട്ടി. അത് തട്ടി കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് ഈ ചീരയൊക്കെ ആ പലകയിൽ പറ്റി പിടിക്കും. ഇതാണ് എനിക്ക് ചീരയോടുള്ള ദേഷ്യം. കയ്യിൽ പറ്റി പിടിക്കും, പലകയിൽ പറ്റി പിടിക്കും. അതിനിടയ്ക്ക് ആ ചീരയുടെ മുകളിൽ ഒരു തണ്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സൂത്രത്തിൽ അങ്ങ് മാറ്റിയിട്ട് അതിനെ വീണ്ടും കുരുകുരാന്നരിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക. അപ്പോൾ തന്നെ ഈ ചീര കുറേശ്ശെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ. എന്നിട്ട് ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണം? വീണ്ടും ഉപ്പ് ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കി മറിക്കണം. കണ്ടോ? എന്നിട്ടത് അടുപ്പത്ത് കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി എന്താ? ഉപ്പ്. ചേടാ, ഞാൻ പറയുന്നതിനനുസരിച്ചിട്ടൊന്നും വരുന്നില്ലല്ലോ. അതാ വരുന്നുണ്ട്. ഉപ്പ് വരട്ടെ. ഉപ്പ് എവിടെടാ ഉപ്പേ? ഉപ്പ് വന്നു. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി കൂട്ടി ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കാമെന്നറിയോ? ഞാനിവിടെ ഓൾറെഡി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നെ
എന്നൊക്കെ ഞാൻ ഈ തോരൻ വെച്ചിട്ടുണ്ടോ, അന്നൊക്കെ ഞാൻ വിചാരിക്കും പരിപ്പ് ഇത്രയും വെന്ത് കുഴഞ്ഞ് പോകരുതെന്ന്. കുറച്ചും കൂടി വേവ് കുറയാട്ടോ പരിപ്പിന്. പക്ഷേ ഉണ്ടല്ലോ, എന്ന് ഞാൻ ചെയ്താലും ഇതിങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഭംഗിയിലൊക്കെ കിടക്കണമെങ്കിൽ പരിപ്പിൻ്റെ തുള്ളി വേവും കൂടി കുറയ്ക്കാം. എന്നിട്ട് ഞാൻ ആ പരിപ്പും കൂടി അതിലേക്ക് ചേർത്ത് ചീരയും പരിപ്പും കൂടി ആദ്യം നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്തു. അതിന് ശേഷം അതിലേക്ക് നാളികേരവും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഇങ്ങ് ഇളക്കിയെടുത്ത് ആ ചൂടിൽ അതൊക്കെ ഒന്ന് നന്നായി വേവട്ടെ കേട്ടോ. നാളികേരമൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ, ഇത് മാത്രം മതി. ഇതും എന്തെങ്കിലും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ, കാരണം ഇതിന് അത്രയ്ക്കങ്ങ് ചൊടി വരില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നെല്ലിക്കായാലും കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് നമുക്ക് ഊണ് കഴിക്കാം അല്ലേ. അങ്ങനെ ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ചോറുമിട്ട്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും ചോറ് കഴിക്കുമോയെന്ന്. ഇത്രയും ചോറൊന്നും കഴിക്കില്ല കേട്ടോ, ഇത് പ്ലേറ്റിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കൂട്ടാനില്ലേ അതങ്ങോട്ട് ഒഴിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ തലേദിവസം ഇരിക്കുന്ന ഒരു മീൻ കറിയുടെ കുറച്ചുണ്ടായിരുന്നു, അതിൽ ചാറ ഉണ്ടായുള്ളൂ, അതങ്ങോട്ട് ഒഴിച്ചു. പിന്നെ ചീരയും പരിപ്പും കൂടിയുള്ള തോരനും കൂടി ഒഴിച്ചു. പിന്നെ ഞാൻ മാങ്ങ അച്ചാറുണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. ഈ ഊണ് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.